അവധിയെടുത്ത IAS ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധത്തെ കർശനമായി നേരിട്ട് സർക്കാർ. IASകാരുടെ പ്രതിഷേധം ഗൗരവത്തോടെ കാണുന്നുവെന്നും IAS ഉദ്യോഗസ്ഥർക്കെതിരായുള്ള അന്വേഷണത്തിൽ ഇടപെടാനാവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം IASകാർ അവധി പിൻവലിച്ച് ജോലിയിൽ പ്രവേശിച്ചു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി ആഹ്വാനം ചെയ്ത IAS ഉദ്യോഗസ്ഥരുടെ സമരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ കെട്ടടങ്ങി. ഉന്നയിച്ച ഒരാവശ്യത്തിനും സർക്കാർ വഴങ്ങില്ലെന്ന് ഭരണത്തലവനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീർത്തു പറഞ്ഞതോടെ IASകാർ സമരം പിൻവലിക്കാൻ നിർബന്ധിതരായി. രാവിലെ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദന്റെ നേതൃത്വത്തിൽ 8 മുതിർന്ന IAS ഉദ്യോഗസ്ഥരാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. പോൾ ആന്റണി വിജിലൻസ് കേസിൽ പ്രതിയായതായിരുന്നു IASകാരെ പ്രകോപിപ്പിച്ചത്. വിജിലൻസ് ഡയറക്ടർ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നു എന്നാണ് IASകാരുടെ പരിവേദനം. പരാതി സശ്രദ്ധം കേട്ട മുഖ്യമന്ത്രി IASകാരുടെ വാദങ്ങളെ ഒന്നൊന്നായി ഖണ്ഡിച്ചു. ഒരു കേസിലും സർക്കാരിന് ഇടപെടാനാവില്ലെന്നും നിയമത്തിന്റെ വഴി സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്നും മുഖ്യമന്ത്രി IASകാരോട് പറഞ്ഞു. മുൻ സർക്കാരിന്റെ കാലത്ത് PWD സെക്രട്ടറിയായ TO സൂരജിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഇന്ന് കാട്ടിയ സമരമുറ അവലംബിക്കാത്തത് എന്തെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് മൗനമായിരുന്നു IASകാരുടെ മറുപടി. കേസ് ചാർജ് ചെയ്യുമ്പോൾ വികാരമുണ്ടാവുന്നത് സ്വാഭാവികമാണെന്നും സമരം പ്രഖ്യാപിച്ചതുവഴി സർക്കാരിനെ വഴിപ്പെടുത്തി കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ലെന്നും മുഖ്യമന്ത്രി വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞു. FIR ഇട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് ഈ പറയുന്ന പ്രത്യേക സമരരൂപം ഒരു കൂട്ടം IAS ഉദ്യോഗസ്ഥന്മാർ യോഗം ചേർന്ന് തീരുമാനിക്കുന്നത്. അത് ശരിയല്ല, ശരിയായ നടപടിയായില്ല എന്നത് ഇന്നെന്നെ കാണാൻ വന്ന IAS ഉദ്യോഗസ്ഥരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു സമരരൂപം സ്വീകരിച്ചതിന് ന്യായീകരണവുമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ പ്രത്യേകമായ രൂപത്തിൽ വഴിപ്പെടുത്താം എന്ന ഉദ്ദേശം അതിന് പിന്നിലുണ്ടെങ്കിൽ അതിനിപ്പോൾ സർക്കാർ തയ്യാറല്ല എന്ന നിലപാട് അവരെടുത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. കോടതിയും സർക്കാരും തീർപ്പുണ്ടാക്കിയ സംഭവത്തിൽ ധനകാര്യ പരിശോധനാ വിഭാഗം അന്വേഷണം നടത്തിയതുകൊണ്ട് എന്ത് കാര്യമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. പ്രതിഷേധക്കാരോട് സർക്കാർ കർശനമായി പ്രതികരിച്ചതോടെ സമരവും അവധിയും പിൻവലിക്കുന്നതായി IAS ഭാരവാഹികൾ സർക്കാരിനെയും അറിയിച്ചു. S ജീവൻകുമാർ, തിരുവനന്തപുരം.